നമസ്കാരം. ജനങ്ങളെ പരമാവധി പിഴിയാൻ ഇൻഷുറൻസ് കമ്പനികളും പ്രൈവറ്റ് ആശുപത്രികളും ഒറ്റക്കെട്ടാണ്. എങ്ങനെ ഈ പാവം രോഗികളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുക എന്ന ഒറ്റ ചിന്താഗതികളെ അവർക്കുള്ളൂ. ധർമ്മം ചെയ്യാനല്ല, ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആതുര സേവനമെന്നൊക്കെ പറഞ്ഞ് ആശുപത്രികൾ തുറന്നു വച്ചിരിക്കുന്നത്. എല്ലാ ആശുപത്രികളും ജനങ്ങൾക്ക് നൽകുന്നത് സേവനമല്ല, ചെയ്യുന്ന ജോലിക്ക് പരമാവധി കൂലി ഈടാക്കാൻ വേണ്ടിയാണ്. ഒരു ചെറിയ അസുഖമായിട്ട് പോലും, അതായത് ഒരു പനി വന്നാൽ പോലും പിടിച്ചിട്ട് ഒരാശുപത്രിയിൽ ചെന്നാൽ ഒരു ഡോക്ടറെ കണ്ട് ഗുളികയും മരുന്നും വാങ്ങി പുറത്തിറങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2000 രൂപയാകും. 1000-ൽ കുറഞ്ഞ് ചിന്തിക്കുകയേ വേണ്ട. ഡോക്ടറെ കാണുന്നതിന് നേഴ്സിംഗ് കെയറിന് മരുന്നും ഗുളികയും പോരാഞ്ഞ് 2000 തേക്കാൻ രക്തം പരിശോധനയും വരെ നടത്തും. നടുവേദനയോ മുട്ടുവേദനയോ ഉണ്ടെങ്കിൽ സ്കാനിങ് വരെ നടത്തും. സ്കാനിങ് കൂടിയായാൽ 10,000-ൽ നിൽക്കില്ല. രോഗിക്ക് അല്പം ക്ഷീണമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ട്രിപ്പിട്ട് കാഷ്വാലിറ്റിയിൽ 2 മണിക്കൂർ കിടത്തിയാൽ 3000 മുതൽ 4000 വരെയാകും. പരമാവധി ഒരു ദിവസം കിടത്താൻ ശ്രമിക്കും. കിടന്നാൽ 2000 മുറിവാടകയും കൂടെ ചേർക്കും. സ്ത്രീകൾ വയറുവേദനയും നടുവേദനയുമായിട്ടൊക്കെ ചെന്നാൽ അഡ്മിറ്റാക്കും. വേണ്ടി വന്നാൽ സർജറി നടത്തും. കൊട്ടാരക്കരയിലെ ഒരു ആശുപത്രിയിൽ എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്. വയറുവേദനയുമായി പോയ ഒരു യുവതിയെ അഡ്മിറ്റ് ചെയ്തു. വേദന മാറാൻ ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ നഴ്സുമാർ രക്തം പരിശോധിക്കുന്നതിന് രക്തമെടുക്കാൻ ചെന്നപ്പോൾ സംശയം കൊണ്ട് രോഗി ചോദിച്ചപ്പോഴാണ് ഡോക്ടർ ഓപ്പറേഷന് എഴുതിയിട്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഗർഭപാത്രം എടുത്തു കളയുകയാണെന്ന് രോഗിയോട് പറഞ്ഞത്. രോഗിയോട് പറയാതെയും അവരുടെ കുടുംബത്തിൻ്റെയോ അനുവാദം വാങ്ങാതെയും ഓപ്പറേഷൻ നടത്തി ഭീമമായ തുക ഈടാക്കാനായിരുന്നു അവരുടെ പദ്ധതി. ഒടുവിൽ രോഗിയും ബന്ധുക്കളും ഓപ്പറേഷൻ വേണ്ട എന്ന നിലപാടെടുത്തത് കൊണ്ട് ഓപ്പറേഷൻ നടന്നില്ല. എന്നിട്ട് 4 ദിവസം അവിടെ കിടത്തി 15,000 രൂപ ബില്ലായി. അത് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തപ്പോൾ റിജക്റ്റ് ചെയ്തു. അതിന് കാരണമായി പറഞ്ഞത് കിടത്തി ചികിത്സിക്കാൻ തക്ക കാരണമില്ല. അത് ഡോക്ടറുടെ പകയാണെന്നാണ് രോഗിയുടെ കുടുംബം പറയുന്നത്. കാരണം സർജറി നടത്താൻ പറ്റാത്തത് കൊണ്ടുള്ള പക ഡോക്ടർ തീർത്തു. രോഗിയുടെ കയ്യിൽ നിന്ന് പൈസ അടപ്പിച്ചു. ഒടുവിൽ വേറെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോഴാണ് വേദന മാറിയത്. ഒരു സർജറിയും നടത്തിയതുമില്ല. സർജറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഡോക്ടർ മൂക്കത്ത് വിരൽ വെച്ചു. ഇപ്പോഴും ആശുപത്രിയും ഇൻഷുറൻസ് കമ്പനിയും ഒറ്റക്കെട്ടാണ്. അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെടുക്കാനോ അവർ ആശുപത്രിക്ക് കൊടുക്കാനോ ശ്രമിക്കാറില്ല. പല ഉടായ്പകളും പറഞ്ഞ് പരമാവധി രോഗികളുടെ ബില്ലുകൾ തള്ളാനാണ് ഇൻഷുറൻസ് കമ്പനികൾ ശ്രമിക്കുന്നത്. അതുപോലെ മറ്റൊരു തട്ടിപ്പാണ് ആൻജിയോപ്ലാസ്റ്റി. കലശലായ നെഞ്ചുവേദനയെ തുടർന്ന് ഉറ്റവരെയും കൂട്ടി അടുത്തുള്ള മുന്തിയ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നവരിൽ കൂടുതലും തട്ടിപ്പിന് ഇരകളാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ കാഷ്വാലിറ്റിയിലേക്ക് രോഗിയെ നൽകിയിട്ട് പുറത്ത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോഴായിരിക്കും ഡോക്ടർ കൂടെ വന്നവരെ വിളിച്ച് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറയുന്നത്. ആ സമയത്ത് കൂടുതലൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യില്ല. എന്ത് വേണേലും ചെയ്യൂ ഡോക്ടർ എന്നേ പറയത്തുള്ളൂ. ഡോക്ടർ പറയും 3 ബ്ലോക്കുണ്ട്, എത്രയും വേഗം ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. ഒരു ബ്ലോക്കിന് 60,000 വെച്ച് 1,80,000 രൂപയാകും. അത് പെട്ടെന്ന് തന്നെ അടയ്ക്കണം. അത് സംബന്ധിച്ച് പുറത്തു വന്ന് കടം വാങ്ങിയാലും പണയം വെച്ചായാലും കാശ് മേടിച്ച് അടയ്ക്കും. ഒരു രോഗിയോ അവരുടെ ബന്ധുക്കളോ ആൻജിയോഗ്രാമിൻ്റെയോ ആൻജിയോപ്ലാസ്റ്റിയുടെയോ CD ചോദിക്കത്തില്ല. ആശുപത്രിക്കാർ കൊടുക്കത്തുമില്ല. 3 ബ്ലോക്ക് ഉണ്ടെന്നും അത് നീക്കിയെന്നും പറഞ്ഞല്ലോ. ബ്ലോക്ക് നീക്കാൻ സ്റ്റെൻഡാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് 7,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് വില. ഏത് സ്റ്റെൻഡാണ് ഉപയോഗിക്കുന്നതെന്ന് ആരും തിരക്കുന്നില്ല. ഏതാണ് ഉപയോഗിച്ചതെന്ന് ഡോക്ടർ അല്ലെങ്കിൽ ആശുപത്രി നിങ്ങളോട് പറയുകയുമില്ല. അത് ചോദിക്കാനും അന്വേഷിക്കാനും നിയമപരമായി രോഗിക്ക് അവകാശമുണ്ട്. പക്ഷേ ആ സമയത്ത് അത് ചോദിക്കാനോ പറയാനോ നിൽക്കില്ല. ഉപയോഗിക്കുന്നത് ഇൻഷുറൻസ് കവറേജ് ഉള്ള സ്റ്റെൻഡ് തന്നെയായിരിക്കണം. ആ സ്റ്റെൻഡ് ആയാൽ വലിയൊരു ഗുണമുണ്ട്. ഇത് പലർക്കും അറിയില്ല. ഉപയോഗിക്കുന്നത് ഇൻഷുറൻസ് ഉള്ള സ്റ്റെൻഡ് ആണെങ്കിൽ 6 മാസത്തിനകം വീണ്ടും ബ്ലോക്ക് ഉണ്ടായാൽ അത് നീക്കാൻ 1 രൂപയും കണ്ടെത്തേണ്ടതില്ല. 1 വർഷത്തിനുള്ളിൽ ഹൃദയ ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ അതിനും 1 പൈസയും ചെലവഴിക്കേണ്ടതില്ല. അതെല്ലാം സ്റ്റെൻഡ് കമ്പനി ഇൻഷുറൻസ് വഴി ചെയ്യും. അത് അവരുടെ കടമയാണ്. പക്ഷേ സർക്കാർ ആശുപത്രി ഒഴികെ മറ്റൊരിടത്തും അത്തരം ഇൻഷുറൻസ് ഉള്ള സ്റ്റെൻഡ് ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചാൽ ചെയ്ത ചികിത്സാ കാര്യങ്ങളൊക്കെ കമ്പനിക്ക് നൽകേണ്ടി വരും. അപ്പോൾ ചികിത്സയിൽ നടക്കുന്ന കള്ളത്തരവും ഉടായ്പകളൊന്നും നടക്കില്ല.
ബ്ലോക്ക് നീക്കാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് നിങ്ങളുടെ ജീവിത സമ്പാദ്യത്തിലെ പരമാവധി തുകയാണ്. ഒരുപക്ഷെ ഉപയോഗിച്ചതോ ഇൻഷുറൻസ് ഇല്ലാത്ത സ്റ്റെൻ്റ് ആയിരിക്കും. എപ്പോഴും ആൻജിയോപ്ലാസ്റ്റിക്ക് മുന്നേ ഇൻഷുറൻസ് ഉള്ള സ്റ്റെൻ്റ് ഉപയോഗിക്കാൻ ഡോക്ടറോട് പറയണം. അത് കഴിയുമ്പോൾ ആൻജിയോപ്ലാസ്റ്റിയുടെ CD-യും സ്റ്റെൻറ്റിൻ്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസും ആവശ്യപ്പെടണം. ആശുപത്രികളുടെ തട്ടിപ്പ് ഒഴിവാക്കാം.